ഇങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തും എന്ന് കരുതിയിട്ടല്ലോ അവർ പോകുന്നത്. അവർ ഒരേ ഒരു തവണയാണ് പങ്കെടുത്തത്. അന്ന് അയാൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. അതിനുശേഷം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പ്രതികരണങ്ങൾ വന്നപ്പോഴാണ് അയ്യോ ഇങ്ങനെയാണോ പറഞ്ഞെന്ന് തോന്നിയത്. അപ്പോൾ തന്നെ മാനേജറെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒറ്റ തവണയെ പങ്കെടുത്തിട്ടുള്ളൂ അവരുടെ കാര്യത്തിൽ. അതേ സ്മൃതി, അത് അവരുടെ കാര്യത്തിൽ അവർക്കത് മനസ്സിലായത് വൈകിയാണ്. പക്ഷേ ഇയാൾ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന കാര്യം ഇത് നമ്മൾക്കാർക്കും അറിയാത്ത കാര്യമല്ല. ബോബി ചെമ്മണ്ണൂർ ആക്ച്വലി ഒരു ഫെയിമിലേക്ക് വരുന്നത് പോലും ഇങ്ങനെയുള്ള ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പല റീലുകളും ഷെയർ ചെയ്യപ്പെടുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും അദ്ദേഹം ഇങ്ങനെയുള്ള ഡബിൾ മീനിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഈ പറയുന്ന ഓഡിയൻസിനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു പങ്കുണ്ട്. കാരണം അവർ വരുമെന്ന ധൈര്യത്തോട് കൂടിയാണല്ലോ അദ്ദേഹം അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അവരവിടെ ചെല്ലും. അവരവിടെ പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മീൻസ് ഇറ്റ് മേ ബി ഗുഡ്, ഇറ്റ് മേ ബി ബാഡ്. ബട്ട് അവർക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. നടി അത്ര നിഷ്കളങ്കയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് ഇവിടെ ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ട് എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ അതിൽ എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് കാണുന്ന ഓഡിയൻസിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ ഇതുപോലുള്ള ഡബിൾ മീനിങ് ആയിട്ടുള്ള ഈ വാക്കുകളെ പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിനെ ഷെയർ ചെയ്യുന്ന, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അതിനൊരു പ്രതികരണം നടത്തിയിട്ട് നമുക്ക് ചിന്തയിലേക്ക് കൂടി പോകണം. ഒരു വഷളനാണ് എന്നറിഞ്ഞിട്ട് കൂടി അയാളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്തിന് പോയി ഹണി എന്നുള്ളതാണ് ചോദ്യം. വഷളനാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനു പോയി, അത് ഓരോരുത്തരുടെ കോളാണ്. അപ്പൊ എനിക്കതിനൊരു പ്രത്യേകമായിട്ട് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. മേ ബി ആ കുട്ടി പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു വേദിയിൽ വെച്ചിട്ട് അതിനെ ആക്ഷേപിക്കുമെന്ന്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിനെനിക്കൊരു ഉത്തരം പറയാനില്ല സ്മൃതി. അത് അത്രയും ശരിയാണ്. ഞാൻ പറയുന്നത് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാരാകുമ്പോ അത് പോകും. അതാണ് പ്രൊഫഷണലായി ഒരാൾ നീങ്ങുമ്പോൾ, അപ്പൊ നമ്മളവിടെ പ്രൊഫഷണലായി നീങ്ങുമ്പോൾ ഒരാൾക്ക് ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അല്ലേ? അല്ല, പങ്കെടുക്കാനൊന്നും സാധിക്കത്തില്ല. പിന്നെ ഒരിക്കലും പറ്റത്തില്ല. അത് പോസിബിൾ അല്ല. അത് സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ തരത്തിൽ പലതരം ആൾക്കാരാണ്. സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ സിനിമയിൽ കൊളീഗ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ എന്തൊക്കെ കമന്റുകൾ ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വർക്ക് ചെയ്യില്ല, അയാളുമായിട്ട് ഞാൻ വർക്ക് ചെയ്തില്ല, ഇയാൾ എന്റെ വീട്ടിൽ ഇരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെയല്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ അതിർവരമ്പ് സൂക്ഷിക്കുക, നമ്മളോട് പറയുന്ന കാര്യത്തിന് പ്രതികരിക്കുക. അതേ നമുക്കിപ്പോ പോസിബിൾ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇദ്ദേഹം ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്തോളൂ. എല്ലാ നിലയ്ക്കും ഇപ്പൊ ഈ ആണുങ്ങൾക്ക് നേരെ എന്നുവെച്ചാൽ ഒരു ചായക്കടക്കാരന്റെ നേരെ, കൊച്ചു കുട്ടികൾക്ക് നേരെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മെറീന മൈക്കിൾ പറയുന്നുണ്ടായിരുന്നു, പിന്നെ കുടിക്കാനുള്ളത് ഞങ്ങൾ തരും, കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം. ഇങ്ങനെ വഷളത്തരം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കോമഡിയാണെന്നാണ് പുള്ളി പറയുന്നത്. കുറെ പേര് ചിരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്തെ കോമഡി. പക്ഷേ നാളെ കോടതി ഇതിനകത്ത് ഗൗരവമായ ഒരു തീരുമാനം എടുത്താൽ എന്താണ് കോമഡി, എങ്ങനെയായിരിക്കണം നർമ്മമെന്ന് മലയാളികൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു. ശരി, തീർച്ചയായും. ഇനി ചിന്തയിലേക്കാണ്. ചിന്ത സൈബർ ആക്രമണങ്ങളുടെ തുടർച്ചയായി സൈബർ ആക്രമണങ്ങളുടെ ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു കുപ്പി ചുക്കുവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന അപമാനിക്കൽ. ഞാൻ ചിന്തയിലേക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.